ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നീയെല്ലാം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? പിന്നില്ലേ, ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ എല്ലാം ക്ലീൻ ആയിട്ട് തീർത്തിട്ടുണ്ട്. അച്ഛാ, നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. അല്ല, നിങ്ങൾ എന്തിനെ പറ്റിയാ സംസാരിച്ചോണ്ടിരുന്നേ? അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഇടപാടുകളാ, നീ അതിലൊന്നും തലയിടണ്ട. നീ എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നേ? ആ പ്രീതി കുറെ തവണയായി വിളിക്കുന്നു. അവിടെ നിന്നാ നമ്മളെ വിളിക്കുന്നത്? പീതാംബരൻ ഇന്നലെ രാത്രി മംഗലാപുരത്തേക്ക് പോയെന്ന്. അതേതായാലും നന്നായി. ഇവിടെ നിന്നിരുന്നെങ്കിൽ ഗിരിയുടെ തല്ലുകൊണ്ട് ചത്തുപോയാ. അല്ലെങ്കിൽ നാട്ടുകാരെ പ്രീതിയും ഗിരിയും ചേർത്ത് പറയുന്ന കഥകൾ കേട്ട് നാണം കിട്ട ആത്മഹത്യ ചെയ്തേനെ. പീതാംബരൻ ഇതുവരെ മംഗലാപുരത്ത് എത്തിയിട്ടില്ലെന്നാ പ്രീതി പറയുന്നത്. അതിന് ഞാനെന്ത് വേണം? അച്ഛന് പരിചയമുള്ള വല്ല പോലീസുകാരെ വിളിച്ച് അന്വേഷിപ്പിക്കാൻ പറ്റുമെന്നാ അവള് ചോദിക്കുന്നേ. അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല മോളെ. അവളുടെ അച്ഛനെ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളിടത്തോളം അവര് സഹിക്കുന്നതിൽ അർത്ഥമുണ്ട്. ആവശ്യമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ദേ പ്രീതിയുടെ കോളൊന്നും എടുക്കാൻ നിൽക്കണ്ട. സഞ്ജു, നീ വന്നേ. നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ? പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ. ഞാനിത് നിനക്ക് നേരിട്ട് തരാൻ വന്നതാ. നിന്റെ വക്കീലയച്ച ചെന്ന ഡോക്യുമെന്റ്സ് ആണ്. എല്ലാത്തിലും ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ ഇവളെ നീ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ? എനിക്കങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഇവളോട് ദൈവം കണക്ക് ചോദിച്ചോളൂ. ഗിരിയേട്ടനൊരു നല്ല മനുഷ്യനാണെന്ന് നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടുണ്ട്. നിങ്ങളോട് എനിക്ക് വളരെയധികം ബഹുമാനമായിരുന്നു. പക്ഷേ അടുത്തറിഞ്ഞപ്പോഴാ നിങ്ങൾ എത്ര വലിയ ദുഷ്ടനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇവള് പറഞ്ഞ ദുഷ്ടതരത്തിന് കൂട്ടുനിൽക്കാൻ ഗിരിയേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളെല്ലാരും കൂടി ഒരു കുഞ്ഞിന്റെ ജീവനാണ് എടുത്തത്. ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ നോക്കണ്ട. നീ ഇവളെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് നിങ്ങളെ പല നുണക്കഥകളും പറഞ്ഞ് വിശ്വസിപ്പിച്ചു കാണും. പക്ഷേ അതൊന്നും നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് ന്യായീകരണമല്ല. മഞ്ജുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടും താൻ ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുവോ? ഗിരി, വേണ്ട. നീ വന്ന കാര്യം നടന്നില്ലേ? ഇനി പോവാൻ നോക്ക്. അമ്മ എന്തിനാ ഇടയിൽ കയറിയത്? അവന് നല്ല 2 തല്ലിന്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ തല്ലണമെങ്കിൽ ഇവള് തല്ലട്ടെ. ഇവര് തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ നീ തലയിടാൻ നിൽക്കണ്ട. നിനക്ക് നിന്റേതായ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നീ എപ്പോഴാ ഹോസ്റ്റലിലേക്ക് മാറാൻ പോകുന്നത്? ഞാൻ അന്വേഷിക്കുന്നുണ്ടമ്മേ. ഇതുവരെ ഒന്നും ശരിയായില്ല. 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കിക്കോണം. ശരിയായില്ലെങ്കിൽ ഞാൻ തന്നെ നിനക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ കണ്ടുപിടിക്കും. ഒരെതിർപ്പും പറയാതെ അവിടെ പോയി കഴിഞ്ഞോണം. പ്രീതി, അമ്മ നല്ല വാശിയില്ല. എന്നെ എന്തായാലും ഹോസ്റ്റലിൽ ചേർക്കുന്ന തോന്നുന്നേ. ഞാൻ അമ്മയോട് പരമാവധി സംസാരിച്ചു നോക്കാം. എന്നാലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഒരു ഹോസ്റ്റൽ നോക്കുന്നത് തന്നെയാ നല്ലത്. ശരി ഗിരിയേട്ടാ. അങ്ങനെ തോറ്റോടാൻ ഞാൻ ശീലിച്ചിട്ടില്ല ഗിരിയേട്ടാ. ഞാൻ ലക്ഷ്യം വെച്ചതെല്ലാം ഞാൻ നേടിയെടുക്കും. എന്തായാലും പീതാംബരൻ നാട് വിട്ടുപോയത് നന്നായി. ഗിരിക്ക് കുറച്ചു കാലത്തേക്ക് അയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ. അതെ സർ, പലവട്ടം വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ അയാളെ ഗിരിയേട്ടൻ തല്ലാൻ തുടങ്ങിയതാ. ഞാനാ പിടിച്ചു മാറ്റാറുള്ളത്. അങ്ങനെ ഗിരിയേട്ടനെ തടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയില് പീതാംബരനെ കയ്യിൽ കിട്ടിയ ഗിരിയേട്ടൻ എന്ത് ചെയ്യുമെന്നുള്ള പേടി എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴാ സമാധാനമായത്.